ഗുരുവായൂർ അമ്പലത്തിൽ വീണ്ടും എന്താ പറയുക റീൽസ് ചിത്രീകരണം. അത് ജാസ്മിൻ ജാഫറിന് ശേഷം നമ്മുടെ അടുത്ത ആൾ ഇറങ്ങിയിരിക്കുകയാണ്. അത് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട്. ജസ്ന സലീം. അതെ, ജസ്ന സലീം ഭയങ്കര കൃഷ്ണഭക്തിയാണ്, കൃഷ്ണൻ്റെ പടങ്ങൾ വരയ്ക്കുന്നു, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇത്ര വലിയ ഭക്തിയായ ജസ്നയ്ക്ക് എന്തുകൊണ്ട് ആ മതം അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങൾ വേറെ ഒന്നും വേണ്ട, അമ്പലത്തേക്ക് കയറി തൊഴുവോ പൂജ നടത്തുമോ ഒന്നും വേണ്ട. പക്ഷേ അവിടെ ചെറിയൊരു കാര്യമാണ്, ഹൈക്കോടതി തൊട്ടെങ്ങി എല്ലാ കോടതികളും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് റീൽസ് ചിത്രീകരണം പാടില്ല. ഇത്ര വലിയ ഭക്തിയാണെങ്കിൽ ആ ആൾ എന്തായാലും അതിനെ മാനിക്കില്ലേ? അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഇത്ര വലിയ ഭക്തിയൊന്നുമല്ല. പക്ഷേ എനിക്ക് പേര് വേണം, പ്രശസ്തി വേണം. എൻ്റെ പേരും പ്രശസ്തി എൻ്റെ യൂട്യൂബിൽ അല്ലെങ്കിൽ എന്താ പറയുക അവിടുത്തെ വ്യൂസ് പറയുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇറങ്ങും, എന്നെക്കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്യാതെ ടൈം ലൈനിൽ വേണം എന്നുള്ളതുകൊണ്ട് ആൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും, ഒരു വിവാദമുണ്ടാക്കും, അപ്പോൾ ആൾ ചർച്ചയാകും. ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും ഇങ്ങനെ ഇതേപോലെയുള്ള ചെറിയ വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്യും. അപ്പം ഞാനങ്ങ് പിന്നെയും ഫേമസ് ആവില്ല. അത് തന്നെയാണ് ആളുടെ ലക്ഷ്യം. കാരണം ഇതിനൊന്നും വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല എന്ന് ആൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ജാസ്മിൻ ജാഫർ ഇറങ്ങി പ്രത്യേകിച്ചൊന്നും നടന്നില്ല, കേസ് കൊടുത്തു, ആ കേസ് അതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കാര്യം എന്നുള്ളൊരു ചിന്ത. ഓക്കെ, ആൾ തട്ടമൊക്കെ ഉപേക്ഷിച്ചു. ജാസ്മിൻ ഇത്ര വലിയ ഭക്തിയാണ്, ഒരു കാര്യം ചെയ്യും, മതവങ്ങമാർ വെറുതെ എന്തിനായിരുന്ന രണ്ട് മതത്തെയും പറയിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു മതത്തെ പറയിപ്പിക്കുക എന്താണേലും. അതല്ലെങ്കിലും ഇപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും പള്ളിയിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളവിടെ പോയിട്ട് മതനിന്ദയൊന്നും ചെയ്യാറില്ല. അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യരുത്. ഒരിടത്ത് എഴുതി വെച്ചിരിക്കുന്നത് റൂൾസ് ആണെങ്കിൽ ആ റൂൾസ് പാലിക്കാനുള്ളത്. അത് അമ്പലമായാലും പള്ളിയായാലും മസ്ജിദാണെങ്കിലും ഒക്കെ അതെ. എന്തേ ജസ്നയ്ക്ക് മറ്റേ നിങ്ങളുടെ മസ്ജിദിൽ പോകണ്ടേ? അവിടെയും കൂടെ അതും കൂടെ ഒക്കെ പോയിട്ടൊന്ന് നടത്തി എന്തേ ചെയ്യാൻ പറ്റില്ലേ? അവിടെ നിന്ന് ഒരു റീൽസൊക്കെ എടുത്ത് ഇൻസ്റ്റയിലോ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുക. ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, നമ്മുടെ ജാസ്മിൻ ചെയ്തു. ജാസ്മിൻ പിന്നെ ഒരു സോറിയെങ്കിലും പറഞ്ഞു. ജസ്നയ്ക്ക് പിന്നെ സോറി ഇല്ല, ഒന്നുമില്ല. കേസുണ്ടെങ്കിൽ കേസുണ്ട്, പത്രത്തിൽ വാർത്ത വന്നാൽ വന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നെങ്കിൽ യൂട്യൂബിൽ വന്നു, വാർത്തയിൽ വന്നാൽ വന്നു, ടി വിയിൽ വന്നു, ഇതൊക്കെ സന്തോഷം. ഞാൻ കൃഷ്ണഭക്തിയാണല്ലോ, അപ്പോൾ എനിക്ക് എന്തും ആവാം എന്നുള്ളൊരു ലൈനിലാണ്. എനിക്കറിയില്ല, ഓക്കെ നമ്മൾ പടം വരയ്ക്കുന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ച് കാണിക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അവിടുത്തെ റൂൾസും റെഗുലേഷനും ഒക്കെ ഒന്ന് പാലിച്ച് ചെയ്തുകൂടെ? അതും കൂടെ നോക്കിക്കൂടെ? ഇത്ര വലിയ കൃഷ്ണഭക്തി ആകുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. അതുമല്ല, അവിടെയൊക്കെ മുക്കിന് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അഹിന്ദുക്കൾക്ക് ഇന്ന ഏരിയയിലേക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ 2-3 ദിവസമായി ന്യൂസ് വന്നത്, എവിടെയും ജസ്നയുടെ ഒരു ക്ഷമാപണമോ ഒന്നും ഒരു കാര്യവും കണ്ടില്ല. അത് മനസ്സിൽ നിന്ന് വരേണ്ട ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഡിലീറ്റ് ആക്കി പോയതിന് ശേഷം ഒരു അപ്പോളജി നോട്ട്സൊക്കെ ഇട്ടിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ഒന്നും കണ്ടില്ല. എന്താണെങ്കിലും അടുത്ത ആളും എത്തിയിട്ടുണ്ട്.